കുറെ നാള് നിന്റെ അത്തർഭാഗം കാരണം നാട്ടിൽ നടക്കാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. ഇപ്പൊ ഇതായിരുന്നു 4 ക്ലിപ്പിന്റെ കാര്യം. എന്റെ പടച്ചോനെ, നിങ്ങളെ കൊണ്ട് തോറ്റിക്കണ്. ആ കുഞ്ഞാലി ഓനൊരു ഉടായിപ്പാണ്. നിങ്ങക്ക് എന്താ അറിയാ മനുഷ്യനെ? നിങ്ങളുണ്ട് വരി ഓനോട് ചോദിക്കാം. നിന്റെ തുണിയില്ലാത്ത 4 ക്ലിപ്പ് ഞാൻ എങ്ങനെയാ കുഞ്ഞാലിന്റെ കൈ കിട്ടിയത്? നിന്റെ റബ്ബേ, നിങ്ങൾ എന്താണ് മനുഷ്യ ഈ പറയണത്? ആ കുഞ്ഞാലു വെറും ഉടായിപ്പിന്റെ ആളാണ്. എന്ത് ക്ലിപ്പിന്റെ കാര്യങ്ങൾ പറയണത്? നിങ്ങളുണ്ട് വരി ഓനോട് ചോദിക്കാം. ഞാൻ തന്നെ ശരിക്കും കാണാത്ത ക്ലിപ്പ് എങ്ങനെ ഈ കുഞ്ഞാലിന്റെ കൈ ഒന്ന് പെട്ട്? പടച്ചോനെ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എന്റെ പടച്ചോനെ, കുഞ്ഞാലോനെ ഞാനൊന്ന് കാണട്ടെ. എടാ കുഞ്ഞാലോ, ഈ എവിടെയാണ്? ഈ ഒന്നിന്റെ ഇറങ്ങി വന്ന കുഞ്ഞാലോ, ഇങ്ങോട്ട് ഇറങ്ങടാ കുഞ്ഞാലോ, അന്റെ ക്ലിപ്പുമായിട്ട്. അല്ല സൂറാത്ത, എന്തെങ്കിലും രണ്ടാളും കൂടിയിട്ടുണ്ടല്ലോ. അന്നെ ഒന്ന് കാണാമെന്ന അന്റെ അടുത്ത് അതിന്റെ ക്ലിപ്പ് ഉണ്ട് പറയണേ. നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാലോ. എന്ത് കാര്യമുണ്ടെങ്കിലേ എന്റെ ഉമ്മീപ്പി ഇവിടെ ഇല്ലാത്ത ഭാഗ്യമായി പോയി. കല്യാണത്തിന് പോയി നന്നായി ഇങ്ങോട്ട് വന്നാണ്. കുഞ്ഞാലു, ഇനി ഇത് നാട്ടിലാരും അറിയരുത്. അറിഞ്ഞതല്ലോ ഇരിക്കട്ടെ. നമുക്കത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അത് രഹസ്യമായി വെച്ചിരുന്നാൽ മതി. എന്താണ് വീരാൻക്ക് നിങ്ങൾ പറഞ്ഞത്? ഇതൊക്കെ സിമ്പിള് സാധനല്ലേ. 4 തുണിയില്ലാത്ത ക്ലിപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കണത്. അതും സൂറാത്താടെ ക്ലിപ്പ് എന്തൊരു മുഞ്ചുള്ള ക്ലിപ്പാണ്. പല കളറാണ് സംഗതി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനൊന്നും ഇപ്പൊ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ചെറിയ കാര്യം മര്യാദക്ക് ക്ലിപ്പ് എടുത്ത് കാണിച്ചോ. എന്താ സൂറാത്ത നിങ്ങൾ പറഞ്ഞത്? ഞാന് പറഞ്ഞത് ഇപ്പൊ നിങ്ങളുടെ 4 ക്ലിപ്പ് ഇത്ര വലിയ കാര്യമാണോന്നാ ചോദിച്ചത്. കാണാനും മൊഞ്ചുള്ള ക്ലിപ്പ്, മയത്ത് തുണി ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ക്ലിപ്പ്. ഞാൻ ആ ക്ലിപ്പ് ഒന്നിട്ട് കാണട്ടെ, എന്നിട്ട് എന്റെ മൊഞ്ചൊക്കെ ഞാനത് തീർത്തരാം. നല്ല മഴ. എന്റെ ഇവിടെ ആകെ എന്താ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല പണിക്കരെ, നിങ്ങൾ ഇരിക്കേ. ആള് കൂടി കാണാണ്ട് സൂറാത്തുണ്ട്. അല്ല സൂറാത്താടെ ഒരു 4 തുണി ഇല്ലാത്ത ക്ലിപ്പ് എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഞാന് കവലയില് പോയിരുന്നപ്പോ 3-4 ആള് ചോദിച്ചപ്പോ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് സൂറാത്താടെ തന്നെയാണോ, ഇനി മാളാത്താടെ ആണോ, ഇനി ജാനമ്മയുടെ ആണോ എന്നൊക്കെ അറിയില്ല. ഞാനതിങ്ങനെ നോക്കുമോ, പിന്നെ കണ്ടപ്പോ അത് സൂറാത്താടെ ആയിരിക്കും. ഞാൻ ഇടക്കും നിലക്കൊക്കെ അതിനെ പോക്കുള്ളതാണല്ലോ. അപ്പൊ സൂറാത്താടെ ആയിരിക്കും ഞാൻ വിചാരിച്ച്. അതിന് സൂറാത്തി വീരാനക്കും കൂടിയിട്ട് എന്നെ കൊല്ലാൻ വന്നിട്ട് എന്റെ ചെറിയത്ത് ഒരു അടി തന്നിക്കണം. അല്ല, നാട്ടുകാരോട് നടന്ന് പറഞ്ഞ ഇല്ല, ഞാനത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കവലയില് ചായക്കടയില് മൊത്തം പാട്ടായിട്ടുണ്ട് കുഞ്ഞാലോ. എല്ലാവരും അറിയാൻ ഒരാളും ബാക്കിയില്ല. ഞാൻ നോക്കുമ്പോഴേ നല്ല മയത്ത്, പിന്നെ ഇങ്ങനെ ഒരു തുണി പോലും ഇല്ലാത്ത, നൂൽബന്ധം പോലും ഇല്ലാത്ത 4 കളർഫുൾ ആയിട്ടുള്ള ക്ലിപ്പുകൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? അതിന്റെ മേലെ ഒരു ജഡ്ഡി, റാണിന്റെ ഒരു ജഡ്ഡില്ല, ഒരു പെണ്ണിന്റെ ഒരു ജഡ്ഡില്ല, ഇനിയിപ്പോ ഒരു പാവാറില്ല, പിന്നെ ഒരു നൂൽബന്ധം പോലും ഇല്ലാത്ത 4 ക്ലിപ്പ്. അപ്പൊ ഞാനിതിങ്ങനെ നോക്കുമ്പോ ഞാൻ ഇടക്കും തിലക്കൊക്കെ സൂറാത്താട ഇങ്ങനെ പോക്കുണ്ടല്ലോ. ഞാൻ ഉറപ്പിച്ച് സൂറാത്ത തന്നെയാണ്. അല്ല, ആ ക്ലിപ്പിന് കാണാൻ പറ്റും. നമുക്ക് കാണാലോ. ഒന്ന് കാണിച്ചുണ്ടാ. ഒരു കാര്യം ഞാൻ പറയാം. പണിക്കരോടാണെങ്കിലും സൂറാത്തോടാണെങ്കിലും ഈരാൻകാരാണെങ്കിലും ക്ലിപ്പ് ഞാൻ കാണിച്ചു. 3 ആൾക്കും ഞാൻ ക്ലിപ്പ് കാണിച്ചു. അല്ലൊരു സൂറാത്ര ക്ലിപ്പാണ് സൂറാത്തി കൊണ്ടുപോകുക. അത് മനുഷ്യനടെ നിങ്ങൾ എന്ത് പണിക്കരാണ്? പകൽമാനായിട്ട് നടക്കുക. ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് അത് പിന്നെ അല്ല, ഈ നാട്ടിൽ ഇങ്ങനെ കേട്ടപ്പോ നമ്മൾ പലതും കേൾക്കും പണിക്കരെ. അല്ല, അത് നമ്മൾ നാട്ടുപ്രമാണിയായ കാരണം ഒന്ന് എന്താണ് കാര്യമാണ് ഞങ്ങളുടെ കാര്യം. പടച്ചോനെ, അതെ, ഞാൻ കാണുന്ന സംഗതികളാണ്. അത് ശരി. അപ്പൊ അണക്ക് തന്നെ പണിയില്ലേ ദിവസം ഓരോരുത്തർ ക്ലിപ്പാണല്ലോ. ആരുടെന്നൊക്കെ അറിയാതെ സൂറാത്തടയാണ് സൂറാത്തടയെന്ന് പറഞ്ഞ നാട് മുഴുവൻ പറഞ്ഞോണ്ട് ഇറക്കാം. അത് എടുത്തിട്ട് നാട്ടുകാരോട് മക്കാണുണ്ടാക്കാലേ. കാരണം നമ്മൾ എന്താണ് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ആ ക്ലിപ്പ് വന്നിട്ട് കാട്ടിക്കൊണ്ട. നീ എന്തൊക്കെ പുലിവാലാവഴി ഉണ്ടാകാൻ പോകുന്നറിയോ?
നിങ്ങളൊന്ന് മിണ്ടാണ്ട് ഇരുന്നാണി മനുഷ്യനെ എന്ത് പുലിവാലുണ്ടാവാനാ? ഓ വായ എടുത്താന്നോണയാ പറയുള്ളൂ. ഓ എന്റെ മകളെ കുറെ പിന്നാലെ നടന്ന് വളയ്ക്കാൻ നോക്കിയത്. ഓനറ്റോളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടീന്റെ ജീവിതം ഇതായിരുന്നു. നിങ്ങൾക്ക് ഓനെ പറ്റി ഒന്നും അറിയാഞ്ഞിട്ടാ. ക്ലിപ്പ് കാണണം. ക്ലിപ്പ് ഈ ഒരു തുണിയെങ്കിലും അതിന്റെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു തുണിയും കൂടി ഇല്ലേ അതിന്റെ മേലെ? അതെല്ലാം ഇത് എന്തായാലും നടക്ക്. വെരി വെരി അത് പുലിവാല് മുഴുവൻ ക്ലിപ്പല്ല കാണേണ്ടത്. അതെ അതെ, ഇന്നായി കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. എന്തായാലും ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി. ഇതാണ് ആ ക്ലിപ്പ്. എങ്ങനെയുണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഓരോരു ഉടായിപ്പാണ് ഞാൻ പറഞ്ഞത്? വല്ലാത്തൊരു ചതിയായി പോയി. എന്തൊക്കെ പ്രതീക്ഷിച്ചു വന്നതാ. ഇന്നാച്ചാൽ ഒരു ബാധ ഒഴിപ്പിക്കലുണ്ടായിരുന്നു. ഒട്ടിച്ചിട്ടുണ്ട്, കൊല്ലണോ എന്നെ. അത്തരമന്തര ഇന്ദരമാണി ഒന്തന പാണണി ഇണ്ടരമാണി ഒൻപരമാണിൽ കേശലമാണി മറുകിടി നമ്മടവേ അത്ത